എന്റെ മോൾ അങ്ങോട്ട് അയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്റെ ശരീരത്തിൽ റൂഹുണ്ടെങ്കിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് ഇങ്ങനെ കിട്ടൂല. എന്താ നോക്കിക്കണേ നിക്ക്. ഇപ്പൊ രണ്ടു കൂട്ടരും കൂടി ഒരു പെൺകുട്ടിന്റെ ജീവിതം വെച്ചാ കളിക്കണത്. ആ കുട്ടിക്ക് ഓന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് കാര്യം തീർത്തു കൊടുക്കലല്ലേ നല്ലതാജിയരെ? തലാക്ക് ചൊല്ലണത് മാപ്പിളയല്ലേ, ഞാനല്ലല്ലോ. എന്റെ മകനെന്ന നിലക്ക് പലതവണ ഞാൻ അവനോട് പറഞ്ഞു നോക്കിക്കണ്. നിങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ടിപ്പോ എന്തായി? അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത്, നിങ്ങള് ഓളെ എന്റെ കുടിക്കൽ പറഞ്ഞാക്കി. മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ ഓലെ കൂടെ പോകേണ്ടത് ഞാനല്ലല്ലോ, എന്റെ മകളല്ലേ. കൊന്നാലും ഓന്റെ കൂടെ പോകാൻ പറ്റൂല എന്ന് അവള് പറയാണ്. പിന്നെ ഞാനെന്താ ചെയ്യാ? പിന്നെ ഓനോളെ തൊലാക്ക് ചെല്ലാത്തത് സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ, ഓന് പ്രതികാരം ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങളെ മകൻ വേറെ പെണ്ണിട്ടാൻ നോക്കണുണ്ട് എന്ന് കേട്ടു, അത് ശരിയാണോ? 1.5 കൊല്ലായി ഭാര്യയായിട്ട് അകന്നിക്കുമ്പോ ആരാ പെണ്ണിട്ടാ താജാരെ? അത് ശരിയാ, ഓൻക്ക് പെണ്ണിട്ടാൻ തടസ്സല്ല. എന്നാല് ഈ പെൺകുട്ടിനെ ഓൻ തലാക്കിയല്ലാതെ വേറെ കെട്ടിക്കാൻ പറ്റുമോ? അപ്പൊ ആ കുട്ടി കാലാകാലം അങ്ങനെ കഴിഞ്ഞോട്ടേന്ന് അല്ലേ? ഇതിനൊക്കെ മറുപടി പറയേണ്ട രീതി എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങള് പോവാ. എന്റെ മോൾക്കൊരു ഭാവി ഇല്ലാതെ ആയിപ്പോയി. ഈയെന്നല്ലേ എന്റെ മോളെ ഭാവി തകർത്തത്? ഈ കല്യാണം ആലോചിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ ഓൻ കള്ളുടിയനാണ് എന്ന്. അപ്പൊ ഈ പറഞ്ഞ് അതൊക്കെ മോള് മാറ്റിയെടുക്കൂന്ന്. ഇപ്പൊ മാറ്റിയെടുത്തില്ലേ? എന്റെ കണ്ണ് ഓല സ്വത്തിലേനി, അതെനിക്ക് നല്ലോണം അറിയാം. നല്ലോരജബും ചിട്ടിയുള്ള പെൺകുട്ടിനെ ഒരു താന്തോന്നിനെ കൊണ്ട് കെട്ടിച്ച എന്നെ കുറ്റിച്ചൂല് മൂത്രം മുക്കി തല്ലണം. എന്നിട്ടിപ്പ എന്തായി? ഓളിയിലുള്ളതൊക്കെ പറിച്ചു വിറ്റ് ഓൻ കുടിച്ചു തീർത്തു. ഇപ്പൊ പറമ്പിന്റെ ഒരു തല വിൽക്കാൻ തുടങ്ങിയെന്നാ കേക്കണത്. ചേക്കുട്ടിയാജിന്റെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചുമ്പോ എനിക്ക് വലിയ അന്തസ്സേനി. ഓല് വലിയ തറവാട്ടുകാരാണല്ലോ. ചേക്കുട്ടിയാജിനെ പറ്റി അജ്ജി ചിന്തിച്ചുള്ളൂ, മൂപ്പരെ മകനെ പറ്റി ചിന്തിച്ചില്ല. ബാപ്പ നല്ലോനായിരിക്കുന്നു കരുതി മക്കള് നന്നായിക്കൊള്ളുന്നില്ല. ശവത്തല് കുത്തല്ലേ ആചാരെ, ഒക്കെ എന്റെ തെറ്റാ. ഞാൻ തറവാട് മുതലും തെരഞ്ഞു നടന്നു, എന്റെ കുട്ടീനെ മറന്നു. എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മക്കളെ സന്തോഷാ നമുക്ക് വലുത്. സമ്പത്ത് കൊണ്ടും തറവാട് കൊണ്ടും മാത്രം അത് കിട്ടൂല. ദീനിബോധവും പടച്ചോനെ പേടിയില്ലാത്ത ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുത്താല് ഒരു തലമുറയാണ് നശിച്ചു പോവുക. അതിന് പടച്ചോനോട് സമാധാനം പറയേണ്ടി വരുന്നത് കെട്ടിച്ചു കൊടുത്തോന. വിഷമിക്കണ്ട, ഓക്കോനെ മാണ്ടാന്ന് തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് തലാക്കും ചോദിച്ചു ഓന്റെ പിന്നാലെ നടക്കണ്ട. ഇതുപോലത്തെ താന്തോന്നിയാളെ ഒതുക്കാൻ ദീനുൽ ഇസ്ലാമിൽ വേറെയും ബജ്ജുണ്ട്. പറഞ്ഞു രാജാരെ, പറഞ്ഞു. ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുക. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ ഒഴിവാക്കാനുള്ള അധികാരം ഇസ്ലാമിലുണ്ടെന്നോ? ഉണ്ട്, പക്ഷേ അതിന്റെ പേര് തലാക്ക് എന്നല്ല, ഹുലൈന. ബാക്കി പറഞ്ഞു രാജാരെ. ഓൻ തന്ന മെഹർ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് ഓനോട് തലാക്ക് ചോദിക്കുക. എന്നാലും ഓൻ വഴങ്ങൂല. അന്നേരം ഞമ്മക്ക് കാളിയേറെ സാന്നിധ്യത്തിൽ പോയി ഓനായിട്ടുള്ള ഇടപാട് മുറിക്കുക. അതോടുകൂടി ഓള് സ്വതന്ത്രമായി. അൽഹംദുലില്ലാ, സന്തോഷം.